നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി 10-ൽ കുറയാത്ത നിയമസഭാ സീറ്റുകൾ ജയിക്കാനുള്ള ഫോർമുലയുമായി RSS. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൂർണ്ണ സമ്മതത്തോടെ ഡൽഹിയിൽ രൂപം കൊണ്ട പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നത് ഗവർണർ ആർലേക്കർ ആണെന്നാണ് കേൾക്കുന്നത്. മുഖ്യമന്ത്രിയുമായി സീറ്റ് പിടിച്ചെടുക്കുന്നത് സംബന്ധിച്ച ചർച്ചകളൊന്നും നടന്നിട്ടില്ലെങ്കിലും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തുടർ ചർച്ചകൾ ഡൽഹിയിൽ തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ ഉദ്ദേശവും ഇതുതന്നെയായിരുന്നു. ഇനി രാജ്ഭവൻ പിണറായിയെ നയിക്കും. അങ്ങനെ പിണറായി മൂന്നാമതും അധികാരത്തിലെത്തും. BJP ശ്രദ്ധേയമായ നേട്ടം കാഴ്ചവെക്കും. കേരള സർക്കാർ നിരന്തരം കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നതിനിടെ മോദി സർക്കാരും പിണറായി സർക്കാരും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കാൻ മുൻകൈയെടുത്തത് RSS ആണ്. BJP നേതാക്കളെ പോലും അറിയിക്കാതെ നടക്കുന്ന പുതിയ തന്ത്രത്തിൽ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിക്കോ ജോർജ് കുര്യനോ പോലും ബന്ധമില്ല. മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ MP-മാരുടെ കോൺഫറൻസിൽ ഇവരോട് പങ്കെടുക്കാൻ BJP ആവശ്യപ്പെട്ടതുമില്ല. രാജഗോപാലിലും സുരേഷ് ഗോപിയിലും ഒതുങ്ങിയ കേരള BJPയെ 2 അക്ക നമ്പറിൽ എത്തിക്കാനുള്ള തന്ത്രം RSS നേതൃത്വമാണ് നടപ്പിലാക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി വിമാനത്തിൽ വെച്ച് 3 മണിക്കൂറോളം ചർച്ച നടന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞത്. ആർലേക്കറെ കേരള ഗവർണറായി എത്തിച്ചത് RSS ആണ്. ഗോവ സ്വദേശിയായ ആർലേക്കർ RSSലൂടെ വളർന്നു വന്ന നേതാവാണ്. ദീർഘകാലം RSS പ്രചാരകനായി പ്രവർത്തിച്ചിരുന്ന ആർലേക്കർ 1989-ലാണ് BJP അംഗത്വം എടുക്കുന്നത്. ഗോവ BJP ജനറൽ സെക്രട്ടറി, ഗോവ വ്യവസായ വികസന കോർപ്പറേഷൻ ചെയർമാൻ, ഗോവ പട്ടികജാതി പിന്നോക്ക വിഭാഗ സാമ്പത്തിക വികസന കോർപ്പറേഷൻ ചെയർമാൻ, BJP സൗത്ത് ഗോവ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. കേരളത്തിലെ പല RSS നേതാക്കളുമായി പുതിയ ഗവർണർക്കും അടുത്ത ബന്ധമുണ്ട്. BJP നടപ്പിലാക്കുന്നത് RSSന്റെ ആശയങ്ങളാണ്. കേരളം പിടിക്കുക എന്നത് RSSന്റെ അജണ്ടയാണ്. ആർലേക്കർ 2002-ൽ ഗോവ നിയമസഭാ അംഗമായി. 2014-ൽ മനോഹർ പരീക്കർ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായപ്പോൾ ആർലേക്കറുടെ പേര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടിരുന്നു. ഒടുവിൽ അപ്രതീക്ഷിതമായി ലക്ഷ്മികാന്ത് പർസേക്കർ മുഖ്യമന്ത്രിയായി. ആർലേക്കർ സ്പീക്കറായിരിക്കുമ്പോഴാണ് ഗോവ നിയമസഭയെ രാജ്യത്തെ ആദ്യ കടലാസ് രഹിത നിയമസഭയായി പ്രഖ്യാപിച്ചത്. 2015-ൽ മന്ത്രിസഭാ പുനർസംഘടനയിൽ ഗോവയിൽ വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2021 ജൂലൈയിൽ ഹിമാചൽ പ്രദേശ് ഗവർണറായി. 2023 ഫെബ്രുവരിയിൽ ബീഹാർ ഗവർണറായി നിയമിക്കപ്പെട്ടു. BJP കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ആർലേക്കർ മോദിയുടെയും അമിത്ഷായുടെയും വിശ്വസ്തനാണ് എന്നും വിവാദങ്ങൾക്കൊപ്പം സഞ്ചരിച്ച നേതാവ് കൂടിയാണ് ആർലേക്കർ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടത് സത്യാഗ്രഹ സമരം നടത്തിയതുകൊണ്ടല്ല, ജനങ്ങൾ ആയുധമെടുത്തതുകൊണ്ടാണ് എന്നായിരുന്നു ആർലേക്കറുടെ വിവാദമായ അവസാനത്തെ പ്രസ്താവന. ഡിസംബർ 22-ന് ഗോവയിൽ ഒരു പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു ആർലേക്കറുടെ പ്രസ്താവന. ബ്രിട്ടീഷ് പാർലമെന്റ് അംഗങ്ങൾ തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് ആർലേക്കർ പറഞ്ഞു. JNU വിദ്യാർത്ഥി നേതാവായിരുന്ന കനയ്യകുമാറുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾക്കിടയിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും പറയാനാവില്ല എന്ന പരാമർശവും ആർലേക്കർ നടത്തിയിരുന്നു. ബീഹാർ ഗവർണർ ആയിരിക്കുമ്പോൾ സർവകലാശാല ഭരണവുമായി ബന്ധപ്പെട്ട് നിതീഷ് കുമാർ സർക്കാരുമായി ആർലേക്കർ കൊമ്പുകോർത്തിരുന്നു. 1 വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളത്തിൽ കേന്ദ്ര സർക്കാരിന്റെ താൽപര്യം മുൻനിർത്തി തന്നെയാണ് ആർലേക്കർ എത്തുന്നത് എന്നാണ് K. സുരേന്ദ്രന്റെ പ്രതികരണവും വിരൽ ചൂണ്ടുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ശൂന്യമാക്കിയതെല്ലാം ആർലേക്കർ നികത്തും. ഇനി പറയുമോ ചുമ്മാതാണോ നിർമ്മല സീതാരാമൻ പിണറായിയെ കാണാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നത്? അതാണ് RSS. സമീപകാല ചരിത്രത്തിൽ ആദ്യമായാണ് കേന്ദ്ര മന്ത്രിസഭയിലെ ഒരു സീനിയർ അംഗം കീഴ്വഴക്കങ്ങൾ മാറ്റിവെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ താമസിക്കുന്ന ഡൽഹി കൊച്ചിൻ ഹൌസിലെ വേമ്പനാട്ട് സ്യൂട്ടിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയത്. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് തിങ്കളാഴ്ച നടത്തിയ വിമാനയാത്രയ്ക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി താൻ നടത്തിയ 3 മണിക്കൂർ ചർച്ചയെ ഫലപ്രദമെന്നാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിശേഷിപ്പിച്ചത്. കേരളത്തിൽ നിന്നുള്ള MP-മാർക്ക് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് നടത്തിയ അത്താഴ വിരുന്നിലാണ് ഗവർണർ ഇക്കാര്യം അറിയിച്ചത്. താനും മുഖ്യമന്ത്രിയും തമ്മിൽ നല്ല ബന്ധത്തിലാണെന്നും നേരിൽ കണ്ടില്ലെങ്കിലും സംസ്ഥാനത്തിന്റെ വിഷയങ്ങൾ സംബന്ധിച്ച് ഫോണിൽ ആശയവിനിമയം നടത്താറുണ്ടെന്നും ഗവർണർ MP-മാരെ അറിയിച്ചു. കവടിയാറിൽ നിന്ന് പട്നയിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ മാറ്റപ്പെട്ടതോടെ ക്ലിഫ് ഹൌസും രാജ്ഭവനും തമ്മിലുള്ള ബന്ധത്തിന്റെ പുതിയ മാനമാണ് ഗവർണർ ആർലേക്കർ പറഞ്ഞതെന്നാണ് പ്രതിപക്ഷ MP-മാരുടെ വിലയിരുത്തൽ. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയോ സംസ്ഥാനത്തു നിന്നെത്തുന്ന മന്ത്രിമാരോ കേന്ദ്ര മന്ത്രിസഭയിലെ അംഗങ്ങളോ അവരുടെ ഓഫീസിലോ ഔദ്യോഗിക വസതിയിലോ പോയാണ് കാണുന്നത്. പാർലമെന്റ് ഉള്ള സമയമാണെങ്കിൽ കൂടിക്കാഴ്ചകളിൽ ചിലത് പാർലമെന്റ് ഹൌസിൽ നടക്കാറുണ്ട്. എന്നാൽ ആ കീഴ്വഴക്കങ്ങളെല്ലാം മാറ്റിവെച്ചാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം കൊച്ചിൻ ഹൌസിലെ വേമ്പനാട്ട് സ്യൂട്ടിലെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി S. ജയശങ്കർ എന്നിവർക്ക് പുറമെ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ കാര്യ സമിതിയിൽ
സമിതിയിലെ അംഗമാണ് നിർമ്മല സീതാരാമൻ. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും ധനമന്ത്രി മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിലുണ്ടായിരുന്നു. പല വിഷയങ്ങളിലും കേരള സർക്കാരിന്റെ കടുത്ത വിമർശകയായ നിർമ്മല സീതാരാമൻ മുഖ്യമന്ത്രിയെ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തെത്തി കൂടിക്കാഴ്ച നടത്തിയതിൽ അസ്വാഭാവികത കാണുന്നവരുമുണ്ട്. PRD പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കൂടിക്കാഴ്ചയെ അനൌദ്യോഗികമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് ഉറപ്പായി. മുമ്പൊരിക്കൽ ധനമന്ത്രി KN ബാലഗോപാലിന്റെ സന്ദർശനാനുമതി നിഷേധിച്ച കേന്ദ്രമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. കേരള ഭരണത്തിന്റെ എക്കാലത്തെയും വലിയ വിമർശകയാണ് അവർ. കേരളം പണം ദൂർത്തടിക്കുകയാണെന്ന് രാജ്യസഭയിലും ലോകസഭയിലും ആവർത്തിച്ചിട്ടുള്ള ആളാണ് നിർമ്മല സീതാരാമൻ. ആർക്കു മുമ്പിലും കീഴടങ്ങാത്ത പ്രകൃതമാണ് ഇവരുടേത്. പിണറായിയെ ചെന്ന് കാണാൻ അവർ തീരുമാനിച്ചെങ്കിൽ അതിന് പിന്നിൽ ബലമുള്ള കൈകളുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. നിർമ്മല സീതാരാമനിൽ നിന്ന് മൃദു സമീപനം ഉണ്ടായാൽ സംസ്ഥാനത്തിന് കാര്യമായ ബുദ്ധിമുട്ടുകളില്ലാതെ ഈ സാമ്പത്തിക വർഷം കടന്നു പോകാനാകും. ഇക്കാര്യം മുഖ്യമന്ത്രി ഗവർണറുമായി സംസാരിച്ചു. ഇനിയും സാമ്പത്തിക വർഷം അവസാനിക്കാൻ 20 ദിവസങ്ങളോളമുണ്ട്. കടപ്പരിധി വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ കേരള സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയുടെ മുഖ്യ ശില്പികളിൽ ഒരാളായ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രാഹാമിന്റെ ഡൽഹിയിലെ കഴിഞ്ഞ ദിവസത്തെ അസാന്നിധ്യവും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാന ഒരു വർഷം വിവിധ കേന്ദ്ര ഏജൻസികളുടെ നിരന്തരമായ ശല്യമാണ് സംസ്ഥാന സർക്കാർ നേരിട്ടത്. എന്നാൽ മാറുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്മേൽ കേന്ദ്ര ഏജൻസികളുടെ ശല്യം കുറഞ്ഞേക്കാമെന്നാണ് പ്രതിപക്ഷം കരുതുന്നത്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് മുഖ്യമന്ത്രി നീങ്ങിയത്. നിർമ്മല സീതാരാമൻ മുഖ്യമന്ത്രി പിണറായി ചർച്ചയ്ക്ക് KM എബ്രാഹാമിനെ ഒഴിവാക്കാൻ നിർദ്ദേശിച്ചത് RSS തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ ധനവിഷയങ്ങളിൽ കൃത്യമായ അവഗാഹതയുള്ള വ്യക്തിയാണ് എബ്രാഹാം. അദ്ദേഹത്തിന്റെ മുഖം കണ്ടിരുന്നെങ്കിൽ നിർമ്മല സീതാരാമന്റെ സ്വഭാവം മാറുമായിരുന്നു. അതാണ് എബ്രാഹാമിനെ ഒഴിവാക്കാൻ കാരണം. ഇനി RSS നേതൃത്വം ആവശ്യപ്പെട്ടാൽ എബ്രാഹാമിനെ ഒഴിവാക്കാനും പിണറായി മടിക്കില്ല. കാരണം എബ്രാഹാമാണ് കേന്ദ്രവുമായുള്ള പിണറായിയുടെ ടേംസ് തെറ്റിച്ച പ്രധാനി. ഇക്കാര്യം ബാലഗോപാൽ പലവട്ടം പിണറായിയെ ഉപദേശിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച പിണറായി സർക്കാരിലെ ധനസെക്രട്ടറിയെ കേന്ദ്രം തിരിച്ചു വിളിച്ചിരുന്നു. ധനസെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാളിനെയാണ് കേന്ദ്രം വിളിച്ചത്. ഇതോടെ കേരളത്തിന്റെ സുപ്രീം കോടതി കേസ് പെരുവഴിയിലായി. കൂടുതൽ ഫണ്ട് ആവശ്യപ്പെട്ട് കേരളം നൽകിയ സുപ്രീം കോടതിയിലെ ഹർജി ഇതോടെ ആവിയായി. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം 3 ധനസെക്രട്ടറിമാരാണ് മാറിയത്. പണ്ട് IASകാരുടെ ഗ്ലാമർ വകുപ്പാണ് ധനം. എന്നാൽ പിണറായി സർക്കാരിൽ ധനവകുപ്പ് ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല. രണ്ടാം പിണറായി സർക്കാരിൽ രാജേഷ് കുമാർ സിംഗ് ആയിരുന്നു ആദ്യ ധനസെക്രട്ടറി. പിന്നീട് ബിശ്വനാഥ് സിൻഹ ചുമതല ഏറ്റെങ്കിലും അദ്ദേഹം ആഭ്യന്തര വകുപ്പിലേക്ക് മാറി. പിന്നാലെ രവീന്ദ്രകുമാർ അഗർവാൾ വന്നു. കേരള സർക്കാർ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത് അഗർവാളിനെ മറികടന്നു. ഇതിനോട് മന്ത്രി ബാലഗോപാലിനും എതിർപ്പായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേസ് കൊടുക്കുമെന്ന് പിടിവാശി കാണിച്ചു. ധനവകുപ്പിൽ എടുക്കേണ്ട പല തീരുമാനങ്ങളും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എടുക്കുന്നു എന്ന പരാതി ധനവകുപ്പിനുണ്ട്. രവീന്ദ്രകുമാർ അഗർവാൾ കേരളം വിടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഇതാണ്. അഗർവാൾ ഡൽഹിയിലെത്തിയതോടെ കേരളത്തിന്റെ കളികളും പൂർണ്ണ വിവരങ്ങളും കേന്ദ്രത്തിന് കിട്ടി. കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. പുതിയ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിന് വേണ്ടി കേസ് ഡ്രാഫ്റ്റ് ചെയ്ത അഗർവാൾ തന്നെ കേരളത്തെ തോൽപ്പിക്കും. സുപ്രീം കോടതിയിലെ കേസിൽ ഇനി കേരളത്തിനെതിരെ കളിക്കുന്നത് അഗർവാൾ ആയിരിക്കും. കേസ് കൊടുത്തത് കൊണ്ടാണ് കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന പണം വൈകിയത്. ഇനി കേരളത്തിന് കേന്ദ്രത്തിന് മുന്നിൽ കൈ നീട്ടേണ്ടി വരും. കേരളത്തിന് അർഹതപ്പെട്ട പണം ലഭിക്കാൻ പോലും കേസ് വേണ്ടി വന്നു. കൂടുതൽ പണം കിട്ടുമെന്ന പ്രതീക്ഷകളും മുടങ്ങി. ഫണ്ടിനായി കേന്ദ്രത്തിലെ വിവിധ വകുപ്പുകൾക്ക് മുന്നിൽ തല കുനിച്ചു നിൽക്കേണ്ടത് ധനസെക്രട്ടറിയാണ്. കേന്ദ്രവുമായി ഉടക്കിയതോടെ ഇത്തരത്തിൽ തല കുനിച്ചാലും ഫണ്ട് കിട്ടില്ലെന്നായി. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കേരളത്തിന് ഒരിക്കലും കരകയറാൻ കഴിയില്ലെന്ന സാഹചര്യവും നിലവിൽ വന്നു. ഇതും ധനസെക്രട്ടറിമാരെ പിന്നോട്ടടിക്കുന്നു. സമർത്ഥരായ ഉദ്യോഗസ്ഥർക്കും ധനവകുപ്പിനോട് ഒരു താല്പര്യവുമില്ല. കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ നിർമ്മലയുമായുള്ള വർത്തമാനത്തിൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തില്ല എന്നാണ് പിണറായി വിശ്വസ്തരോട് പറയുന്നത്. ഇതേ കാര്യം കേന്ദ്ര ധനകാര്യമന്ത്രിയോട് പറഞ്ഞതായാണ് വിവരം. കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുമെന്ന ആഗ്രഹം മാത്രമാണ് BJP നേതാക്കൾക്കുള്ളത്. അതിനുവേണ്ടി കളമൊരുക്കുകയാണ് RSS ചെയ്യുന്നത്. കേരളത്തിൽ കോൺഗ്രസ് തകരണമെങ്കിൽ CPM വിചാരിക്കണം. കോൺഗ്രസിന്റെ വോട്ടാണ് BJP പ്രതീക്ഷിക്കുന്നത്. CPMന്റെ വോട്ട് BJPക്ക് ലഭിക്കില്ല. ഇതാണ് കേരള ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിർമ്മല സീതാരാമനെ പോലെ മന്ത്രി പിണറായിയെ കാണാൻ അദ്ദേഹം ഇരിക്കുന്നിടത്ത് വന്നെങ്കിൽ നാളെ ആര് വരും? അങ്ങനെ BJP കേരളത്തിൽ 2 അക്കത്തിലേക്ക് ഉയരും. പിണറായി അധികാരത്തിൽ തുടരുകയും ചെയ്യും.